നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സാമൂഹ്യ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതടക്കം പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ചു. ഭൂനികുതിയും കോടതി ഫീസും കുത്തനെ വർദ്ധിപ്പിച്ചു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതിയിലും വർധന. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ക്ഷേമ പെൻഷൻ 200 രൂപയെങ്കിലും വർദ്ധിപ്പിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. ഇത്തരത്തിലുള്ള സൂചനകൾ ധനമന്ത്രിയും നൽകിയിരുന്നു. എന്നാൽ ക്ഷേമ പെൻഷന്റെ 3 മാസത്തെ കുടിശ്ശിക സമയബന്ധിതമായി നൽകുമെന്ന് മാത്രമായിരുന്നു ബജറ്റിൽ ധനമന്ത്രി പറഞ്ഞത്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 1 ഗഡു ക്ഷാമബത്ത ഏപ്രിലിലെ ശമ്പളത്തിൽ നൽകും. ഭൂനികുതി 50% വർദ്ധിപ്പിക്കുകയും ചെയ്തു. കോടതി ഫീസും വർദ്ധിപ്പിച്ചു. കേരളത്തിൽ ആൾതാമസമില്ലാതെ കിടക്കുന്ന വീടുകളുടെ സാധ്യതകൾ പരമാവധി മനസ്സിലാക്കി ടൂറിസം അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി കെ ഹോംസ് പദ്ധതി ധനമന്ത്രി അവതരിപ്പിച്ചു. ലോകമെമ്പാടുമുള്ള സമാന സംരംഭങ്ങളിൽ നിന്ന് നടത്തിപ്പു രീതികൾ സ്വീകരിച്ച് മിതമായ നിരക്കിൽ താമസ സൌകര്യമൊരുക്കുന്നതാണ് ഇത്. വീട്ടുടമകൾക്ക് വരുമാനത്തിനപ്പുറം ഒഴിഞ്ഞുകിടക്കുന്ന വീടിന്റെ സുരക്ഷയും പരിപാലനവും ഉറപ്പുവരുത്താനും ഇതിലൂടെയാകും. ഫോർട്ട് കൊച്ചി, കുമരകം, കോവളം തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളുടെ 10 കിലോമീറ്റർ ചുറ്റളവിലാണ് പൈലറ്റ് പദ്ധതി നടപ്പാക്കുക. ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി 5 കോടി രൂപ വകയിരുത്തി. വിഴിഞ്ഞത്തെ പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. വിഴിഞ്ഞവുമായി ബന്ധപ്പെടുത്തി പ്രധാന വ്യവസായ ഇടനാഴി വികസിപ്പിക്കും. തീരദേശപാതയുടെ ഓരോ 25 കിലോമീറ്ററിലും ഭൂമി ഏറ്റെടുക്കും. ഉൾനാടൻ ജലഗതാഗതത്തിന് 500 കോടി രൂപയാണ് മാറ്റിവെച്ചത്. കൊല്ലത്ത് IT പാർക്ക് സ്ഥാപിക്കും. ആരോഗ്യമേഖലയ്ക്ക് 10,431.73 കോടി രൂപ അനുവദിച്ചു. കാരുണ്യ പദ്ധതിക്കായി 700 കോടി രൂപയാണ് അനുവദിച്ചത്. പൊതുമരാമത്ത്, പാലങ്ങൾക്കും റോഡുകൾക്കുമായി 3061 കോടി രൂപ വകയിരുത്തി. കേരളത്തെ ഹെൽത്ത് ടൂറിസം ഹബ്ബാക്കാൻ 50 കോടി രൂപയും പ്രഖ്യാപിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ ബജറ്റ് വിഹിതം 15,980.41 കോടിയായി ഉയർത്തി. ജനറൽ പർപ്പസ് ഫണ്ടായി 2,577 കോടി രൂപയും നൽകും. വ്യവസായങ്ങൾക്കുള്ള ഭൂമിക്കായി ക്ലിക്ക് പോർട്ടൽ അവതരിപ്പിക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. പ്രവാസികളുടെ നാടുമായുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കാൻ ലോക കേരള കേന്ദ്രങ്ങൾ ആരംഭിക്കും. ഇതിനായി 5 കോടി രൂപ അനുവദിച്ചു. കൊച്ചി മെട്രോയുടെ വികസനം തുടരുമെന്ന് പ്രഖ്യാപിച്ച ധനമന്ത്രി അതിവേഗ റെയിൽ പാതയ്ക്ക് ശ്രമം തുടരുമെന്നും പറഞ്ഞു. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡു 600 കോടി ഫെബ്രുവരിയിൽ നൽകുമെന്ന് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചു. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും. PF-ൽ ലയിപ്പിക്കും. DA കുടിശ്ശികയുടെ 2 ഗഡു ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. കൂറ്റനാട് നഗരത്തിൽ ആവേശക്കാഴ്ച തീർത്ത് കൂറ്റനാട് ദേശോത്സവം വർണ്ണാഭമായി. കൂറ്റനാട് ശുഹദാക്കളുടെ മഖാമിലെ ആണ്ട് നേർച്ച ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയാണ് ആഘോഷിച്ചത്. വ്യാഴാഴ്ച രാവിലെ ഖുർആൻ പാരായണം, നേർച്ചയോടനുബന്ധിച്ചുള്ള ഭക്ഷണ വിതരണം എന്നിവയുണ്ടായി. ജാതിമത ഭേദമന്യേ ശുഹദാക്കളുടെ ജാറത്തിലേക്ക് സിയാറത്തിനായി നെല്ല്, നാളികേരം തുടങ്ങിയ ധാന്യവിളകളും മറ്റു നേർച്ചകളുമായി നിരവധി വിശ്വാസികളാണ് എത്തിയത്. ഉച്ചയ്ക്ക് ആണ്ടുനേർച്ചയ്ക്ക് കൊടിയേറ്റി. പള്ളി കമ്മിറ്റി ഭാരവാഹികളും കാരണവന്മാരും നേതൃത്വം നൽകി. തുടർന്ന് വൈകിട്ട് 6 മണിയോടെ വലിയ പള്ളി പരിസരത്ത് നിന്നും ദേശോത്സവത്തിന്റെ ഭാഗമായി ഘോഷയാത്ര ആരംഭിച്ചു. 28 കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള ഘോഷയാത്ര കൂറ്റനാട് നഗരത്തെ ജനസാഗരത്തിലാഴ്ത്തി. ആന, ബാൻഡുവാദ്യം, ചെണ്ടമേളം, വിവിധ നാടൻ കലകൾ, അലങ്കാരവേഷങ്ങൾ, ദഫ്, അർബനമുട്ട്, നൃത്തരൂപങ്ങൾ തുടങ്ങിയവ ഘോഷയാത്രയെ വർണ്ണാഭമാക്കി. ഘോഷയാത്ര കണ്ട് ആസ്വദിക്കാൻ കൂറ്റനാട് നഗരത്തിന്റെ മുക്കിലും മൂലയിലും ഉയർന്ന കെട്ടിടങ്ങൾക്ക് മുകളിലുമായി 10,000-ങ്ങളാണ് കാഴ്ചക്കാരായി എത്തിയത്. രാവിലെ കൂറ്റനാട് സെന്ററിൽ ഗജസംഗമവും നടന്നു. ചാലിശ്ശേരി, നാഗലശ്ശേരി, പട്ടിത്തറ പഞ്ചായത്തുകളിൽ നിന്നുള്ള ആഘോഷ കമ്മിറ്റികളുടെ നെറ്റിപ്പട്ടമണിഞ്ഞ 48 ഗജവീരന്മാർ ഘോഷയാത്രയുടെ ഭാഗമായി. രാത്രി 10 മണിയോടെ തൃത്താല റോഡിലെ പാടശേഖരത്തിൽ ഗജസംഗമവും നടന്നു. കൂറ്റനാട് ദേശോത്സവം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഇടഞ്ഞ ആനയുടെ കുത്തേറ്റ് പാപ്പാന് ദാരുണാന്ത്യം. കോട്ടയം സ്വദേശി 50 വയസ്സുള്ള കുഞ്ഞുമോനാണ് മരിച്ചത്. കൂറ്റനാട് തണ്ണീർക്കോട്
പാതയിൽ വ്യാഴാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. ദേശോത്സവത്തോടനുബന്ധിച്ചുള്ള സമാപന ഇനമായ ഗജസംഗമത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന വള്ളംകുളങ്ങര നാരായണൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത്. മുൻപോട്ട് നടക്കുന്നതിനിടെ ആന പെട്ടെന്ന് ഇടയുകയും കൂടെയുണ്ടായിരുന്ന പാപ്പാനെ റോഡിലിട്ട് കുത്തുകയുമായിരുന്നു. സംഭവ സമയം ആനപ്പുറത്ത് 3 പേരുണ്ടായിരുന്നു. ഇതിലൊരാൾ സമീപത്തുള്ള ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് ചാടി രക്ഷപ്പെട്ടു. മറ്റൊരാൾ ആനയുടെ കാൽച്ചുവട്ടിലേക്ക് വീണെങ്കിലും ഇയാളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങളും ആന തകർത്തു. റോഡിൽ ഏറെ നേരം പരിഭ്രാന്തി പരത്തിയ ആനയെ മറ്റ് പാപ്പാന്മാരും പോലീസും ചേർന്ന് തളച്ച ശേഷം ലോറിയിൽ കയറ്റി സംഭവസ്ഥലത്തു നിന്ന് മാറ്റി. ആനയ്ക്കൊപ്പം ഫോട്ടോയെടുത്തു. അല്പസമയത്തിനും അകം അതേ ആനയുടെ കുത്തേറ്റ് പാപ്പാന് ദാരുണാന്ത്യം. ദേശോത്സവത്തിന്റെ അവസാന മണിക്കൂറിലായിരുന്നു നാടിനെ കണ്ണീരിലാഴ്ത്തിയ ദാരുണ സംഭവം നടന്നത്. ആഘോഷ തിമിർപ്പുകൾക്കൊടുവിൽ കൂറ്റനാട് ദേശോത്സവത്തിന്റെ അവസാന ഇനമായ ഗജസംഗമവും കഴിഞ്ഞു. തുടർന്ന് തന്റെ ആനയ്ക്കൊപ്പം ചേർന്ന് പാപ്പാൻ കുഞ്ഞുമോൻ ഒരു ഫോട്ടോയും എടുപ്പിച്ചു. ഏതാനും സമയങ്ങൾക്കകം കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. കുഞ്ഞുമോനെ ചിത്രത്തിൽ മാത്രം അവശേഷിപ്പിച്ച് ആന ചവിട്ടിയും കുത്തിയും കൊല്ലുകയായിരുന്നു. മരണമേറ്റുവാങ്ങിയ കുഞ്ഞുമോൻ മറ്റൊരാളോട് പറഞ്ഞു പകർത്തിയ മൊബൈൽ ചിത്രം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും നിറയുകയാണ്. വള്ളംകുളങ്ങര നാരായണൻകുട്ടി എന്ന ആനയാണ് പാപ്പാന്റെ ജീവനെടുത്തത്. കൂറ്റനാട് തണ്ണീർക്കോട് പാതയിൽ രാത്രി 11 മണിയോടെയായിരുന്നു ദാരുണമായ സംഭവം. റോഡിലേക്ക് തട്ടിയിട്ട കുഞ്ഞുമോനെ ആന പലതവണ കുത്തുകയും ചവിട്ടുകയും ചെയ്തു. ദാരുണമായ കാഴ്ചയ്ക്ക് സാക്ഷിയാകേണ്ടി വന്നതിന്റെ ഞെട്ടലിൽ നിന്നും ദൃക്സാക്ഷികളിൽ പലരും മോചിതരായിട്ടില്ല. അതേസമയം ആനപ്പുറത്തുണ്ടായിരുന്ന 3 പേർ രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ. ഇടഞ്ഞ ആനയുടെ മുകളിൽ നിന്നും ആനക്കൊമ്പിൽ തലയിടിച്ച് ബോധരഹിതനായി വീണത് ആനയുടെ കാൽച്ചുവട്ടിൽ. നടുക്കുന്ന രക്ഷപ്പെടലിന്റെ ഓർമ്മ പങ്കുവെച്ച് അസ്കർ. പാപ്പാനെ കുത്തിയും ചവിട്ടിയും കൊന്ന് കലിതുള്ളിയ ആനപ്പുറത്തു നിന്നും തലനാരിഴയ്ക്ക് ജീവനോടെ രക്ഷപ്പെട്ടതിന്റെ നടുക്കും ഓർമ്മയിലാണ് 3 യുവാക്കൾ. കൂറ്റനാട് ദേശോത്സവത്തിനിടെ ഇടഞ്ഞ് പാപ്പാൻ കുഞ്ഞിമോനെ നിലത്തിട്ട് കുത്തിക്കൊല്ലുമ്പോൾ ജീവിതത്തിനും മരണത്തിനും ഇടയിലായിരുന്നു ആനപ്പുറത്തിരുന്ന അസ്കറും ആദിലും സുഹൈലും. പാപ്പാന്റെ ജീവനെടുത്ത ശേഷം വാഹനങ്ങളും തകർത്ത് കലിപൂണ്ട ആനയുടെ മുകളിൽ നിന്നും ആദിലും സുഹൈലുമാണ് ആദ്യം ചാടി രക്ഷപ്പെടുന്നത്. ഒരാൾ വാഹനത്തിന് മുകളിലേക്കും മറ്റേയാൾ ആനയുടെ പുറകുവശത്തേക്കും ചാടിയാണ് രക്ഷപ്പെട്ടത്. ഇതിനിടെ ഏറ്റവും മുന്നിലിരുന്ന പെരിങ്ങോട് മതുപ്പുള്ളി സ്വദേശി മണിയാറത്ത് വീട്ടിൽ അസ്കർ വീണത് ആനയുടെ മുൻവശത്തെ കാൽച്ചുവട്ടിലേക്കായിരുന്നു. വീഴ്ചയ്ക്കിടെ ആനയുടെ കൊമ്പിൽ തലയിടിച്ചതോടെ പാതി ബോധം നഷ്ടമായാണ് ആനയുടെ കാൽച്ചുവട്ടിലേക്ക് അസ്കർ വീഴുന്നത്. ഇതോടെ കാഴ്ചക്കാരും രക്ഷാപ്രവർത്തകരുമെല്ലാം ഒരു നിമിഷം സ്തബ്ധരായി. അസ്കറിനെ മുൻകാലുകൊണ്ട് തട്ടിയ ആന തുമ്പിക്കൈ കൊണ്ട് മണം പിടിച്ച ശേഷം തിരിഞ്ഞു നടക്കുകയായിരുന്നു. ഞങ്ങള് സ്ഥിരമായിട്ട് ആനപ്പുറത്ത് കയറുന്ന തന്നെയാണ്. പിന്നെ കൂറ്റനാട് ദർശനക്ക് ഇപ്പോൾ ഞങ്ങൾ പള്ളിയോട് നിന്നാണ് ആനപ്പുറത്ത് കയറിയത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ സെൻട്രലെത്തുമ്പോൾ ഇറങ്ങാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇറങ്ങട്ടെ ചോദിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട, കുറച്ചും കൂടെ അല്ലേ ഉള്ളൂ, അവസാനിച്ചിട്ട് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങനെ പോന്നിട്ട് പിന്നെ നമ്മുടെ വട്ടനാസ്പള്ളി റോഡിന് ആന കയറി. അവിടെ എത്തിയപ്പോൾ ആന പാപ്പാനെ തട്ടി മാറ്റിയിട്ട് കുത്തിയിരുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവർക്ക് ബാക്കിലുള്ള പയ്യന്മാർ ആദിലും പിന്നെ സുഹൈലും ആയിരുന്നു.
ഇവർക്ക് തല ഇറങ്ങിട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ മുറുക്കി പിടിച്ചിരുന്നോ കുഴപ്പമില്ല, ഒക്കെ കഴിഞ്ഞിട്ട് സേഫാണ്. വണ്ടി പിന്നെ ഒരു വണ്ടി വന്നു. വണ്ടിയുടെ ഭാഗത്ത് എത്തിക്കുമ്പോൾ ഞങ്ങൾ വണ്ടി നമുക്ക് ചാടിക്കോ, അത് സേഫ് പ്രശ്നം, വണ്ടി നമുക്ക് ചാടിക്കോ പറഞ്ഞതിൽ ചാടിനിടയിൽ ഞാനും വീണു. ഞാൻ വീണതിൽ എൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ആനയുടെ കൊമ്പ് കെട്ടി സ്പോട്ടിൽ എൻ്റെ എന്താ പറയുക ബോധം പോയി. അങ്ങനെ അവിടെ ഞാൻ കിടന്നിരുന്നു. പിന്നെ എന്നെ ആരെ കൂട്ടാണ് വലിച്ചു മാറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആന എൻ്റെ അടുത്ത് വന്നിട്ട് കാലുകൊണ്ട് ഈ സൈഡിൽ തട്ടിയിട്ട് നിന്ന് നീക്കി, 2 തട്ടടി നീക്കിയിട്ട് പിന്നെ ആന തുമ്പിക്കണ്ട് പിന്നെ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മണത്തൊക്കെ എന്തോ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ആന തിരിഞ്ഞു പോകേണ്ടായത്. തിരിഞ്ഞ ഗ്യാപ്പിലാണ് പിന്നെ ബാക്കിയുള്ളവരെ വലിച്ചിട്ട് എടുത്തിട്ട് ഹോസ്പിറ്റലിൽ എത്തി. സംഭവത്തിന്റെ നടുക്കും ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആന തിരിഞ്ഞു നടന്നതോടെ ഉടൻ തന്നെ ആളുകൾ അസ്കറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്നാൽ പരിശോധനയിൽ ഗുരുതര പരിക്കുകളില്ലാത്തതിനാൽ അസ്കർ വീട്ടിലേക്ക് മടങ്ങിയെത്തി. വല്ലപ്പുഴ ചേരിക്കല്ല് സ്ക്രാപ്പ് ഷെഡിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു തീപിടുത്തമുണ്ടായത്. പ്രദേശത്തെ കുറ്റിക്കാടുകളിലേക്കും തീ പടർന്നിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് വെല്ലപ്പുഴ പഞ്ചായത്തിലാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. വലിയ തോതിലാണ് ഇവിടെ തീ പടർന്നത്. ആക്രി സാധനങ്ങൾക്ക് തീ പടർന്നതോടൊപ്പം തന്നെ പ്രദേശത്തെ കുറ്റിക്കാടുകളിലേക്കും തീ പടർന്നു പിടിച്ചു. നാട്ടുകാരുടെയും പട്ടാമ്പി ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് തീ പൂർണ്ണമായും അണയ്ക്കാനായത്. ഇവിടുത്തെ സ്ക്രാപ്പ് വ്യാപാരത്തെക്കുറിച്ച് നാട്ടുകാർക്കിടയിൽ പരാതിയും നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ പരാതി നൽകിയതായും പറയപ്പെടുന്നു. തീപിടുത്തത്തിലൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായതെന്ന് സ്ഥാപന അധികൃതരും വ്യക്തമാക്കി. ഇതിനിടെ ഇവിടെ നിന്നിരുന്ന സ്ഥാപന ഉടമയുടെ കാറ് ആക്രമിച്ചതായും പരാതിയുണ്ട്. ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 10:30 തദ്ദേശ മന്ത്രി എം ബി രാജേഷ് നിർവഹിക്കും. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യും. ഹോം കെയർ ആവശ്യത്തിന് സൗജന്യമായി സംഭാവനയായി ലഭിച്ച വാഹനം CPIM ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് സഹയാത്രയ്ക്ക് കൈമാറും. സഹയാത്രാ സെക്രട്ടറി വാസുണ്ണി പട്ടാഴിയെക്കുറിച്ച് ഡോക്ടർ K ജയരാജ് ചാലിശ്ശേരി തയ്യാറാക്കിയ ഞാൻ അങ്ങോട്ട് വരാം എന്ന പുസ്തകം സൊലസ് ഫൗണ്ടർ ഷീബ അമീറിന് നൽകി മന്ത്രി MB രാജേഷ് പ്രകാശനം ചെയ്യും. സാമൂഹ്യപ്രവർത്തകൻ ഡോക്ടർ സന്തോഷ് ഗീവർ മുഖ്യാതിഥിയാകും. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടൻ തുടങ്ങിയവർ സംസാരിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പകൽ 3 നടക്കുന്ന പുസ്തക ചർച്ച കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് ഡോക്ടർ ശ്യാംകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. രാജീവ് പള്ളുരുത്തി, ഷാജി തലോറ, മുസ്തഫ തോരപ്പ, K രവീന്ദ്രൻ എന്നിവർ സംസാരിക്കും. തുടർന്ന് വാദ്യസദസ്സിൽ കലാമണ്ഡലം ചന്ദ്രന്റെ പഞ്ചവാദ്യവും മനോജ് കല്ലടത്തൂരിന്റെ തായമ്പകയും അരങ്ങേറും. നൃത്തസന്ധ്യയിൽ കോഴിക്കോട് ഡാൻസ് കമ്പനിയുടെ സൂഫി നൃത്തവും എടപ്പാൾ വിശ്വനാഥ് നയിക്കുന്ന സംഗീതനിശയും ഉണ്ടാകും. 9000 ചതുരശ്രയടി വിസ്തൃതിയിൽ 3 നിലകളിലായാണ് ചാലിശ്ശേരി കൂറ്റനാട് റോഡിൽ വട്ടത്താണിയിൽ പുതിയ കെട്ടിടം പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇടയത്ത് വളപ്പിൽ സക്കീർ വാടകയില്ലാതെ നൽകിയ കെട്ടിടത്തിലാണ് 6.5 വർഷമായി സഹയാത്ര പ്രവർത്തിച്ചു വരുന്നത്. ആധുനിക ഉപകരണങ്ങളോട് കൂടിയ ഫിസിയോതെറാപ്പി യൂണിറ്റ്, സ്പീച്ച് തെറാപ്പി ട്രെയിനിംഗ് സെന്റർ, ഡേ കെയർ ഹാൾ, പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നിവയാണ് പുതിയ കെട്ടിടത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. തുടക്കത്തിൽ 15 പേർക്കുള്ള സൗജന്യ കിടത്തി ചികിത്സയും 10 OPയുമാണ് ഒരുക്കിയിട്ടുള്ളത്. 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതോടെ 30 പേർക്ക് കിടത്തി ചികിത്സ സാധ്യമാകുമെന്ന് സഹയാത്രാ പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ, കെട്ടിട നിർമ്മാണ സംഘാടക സമിതി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ, കോർഡിനേറ്റർ TA രണദിവെ, C പ്രേമരാജൻ, O ഗോവിന്ദൻകുട്ടി എന്നിവർ അറിയിച്ചു. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ JCI കൂറ്റനാടും നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി കൂറ്റനാട് സെന്ററിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു. ഒഴിഞ്ഞ ബോട്ടിലുകൾ അലക്ഷ്യമായി വലിച്ചെറിയാതെ പൊതുജനങ്ങൾക്ക് ബൂത്തുകളിൽ ഉപേക്ഷിക്കാം. പരിപാടിയുടെ ഭാഗമായി JCI കൂറ്റനാടിന്റെ 1 വർഷം നീണ്ടുനിൽക്കുന്ന പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. JCI കൂറ്റനാട് പ്രസിഡന്റ് ജെസി സുഹൈൽ അധ്യക്ഷനായി. ചടങ്ങിൽ സൂഫിയൻ, ദിൽഷാദ്, ഫാരിസ്, റഷീദ്, ഷാക്കിർ, സുന്ദരൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ് കുടുംബശ്രീ മിഷനുമായി ചേർന്ന് നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡുകളുടെ ജില്ലാതല വിതരണം തലസ്ഥാനത്ത് നടന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന കൺവെൻഷനിൽ റവന്യൂ മന്ത്രി K രാജൻ പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരള വിഷൻ ന്യൂസ് കുടുംബശ്രീ മിഷനുമായി ചേർന്നൊരുക്കിയ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് തിരുവനന്തപുരം ജില്ലയിലെ മികച്ച 10 മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കു വേണ്ടിയാണ് തയ്യാറാക്കിയത്. ചടങ്ങിൽ COA സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് സ്വാഗതം പറഞ്ഞു. പരിചയപ്പെടുത്താൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. ഇത് പരിചയപ്പെടുത്തേണ്ടതായ ഇതിന് വിറ്റഴിക്കേണ്ടതായ ഒരു പ്ലാറ്റ്ഫോമുകൾ വേണ്ട വിധത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറഞ്ഞു.
അവിടെയാണ് കേരള വിഷൻ ഞങ്ങൾക്ക് ഇത്ര കണ്ട് സ്വീകാര്യത ഒരു പക്ഷേ ഈ യൂണിറ്റുകളിൽ നിന്ന് കിട്ടുമെന്നുള്ള ധാരണയിലല്ല, മറിച്ച് കുറച്ച് യൂണിറ്റുകൾ ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ ഇത് സമൂഹത്തിൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ഇന്റർനെറ്റ് സേവനവും നൽകുന്ന കേരളത്തിലെ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് പ്രൊവൈഡറാണ്. ആ കമ്പനിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന വാർത്താ ചാനലാണ് കേരള വിഷൻ ന്യൂസ്. അപ്പം ഈ രണ്ട് സംരംഭങ്ങളും കേരളത്തിൽ എണ്ണം കൊണ്ടും അതിൻ്റെ സ്വാധീനം കൊണ്ടും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംരംഭങ്ങളാണ്. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ കേരളത്തിലെ 2/3 വരുന്ന ജനസമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന റവന്യൂ മന്ത്രി കെ രാജൻ അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ വിവിധങ്ങളായ തലങ്ങളിൽ കുടുംബശ്രീ എന്ന പ്രസ്ഥാനത്തെ എങ്ങനെയാണ് ഉപകരിക്കപ്പെടേണ്ടത് എന്ന് കേരളം തെളിയിച്ചിരിക്കുന്നു. കേവലം ബാങ്കിൽ നിന്ന് പണം മേടിക്കാനും ആഴ്ചയിൽ ഒരിക്കൽ കൂടിയിരുന്നു കൊണ്ട് ആ പണം എങ്ങനെ വിനിയോഗിക്കണം എന്ന് ആലോചിക്കാനും വേണ്ടിയുള്ള ഒരു കൂട്ടുകച്ചവടമാണ് കുടുംബശ്രീ സംവിധാനം എന്ന് പറഞ്ഞവർക്ക് തെറ്റി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് അയൽക്കൂട്ടങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തിലെ ഒരു പുതുപിറവിക്ക് രൂപം കൊടുക്കുകയായിരുന്നു കുടുംബശ്രീ എന്ന മഹാപ്രസ്ഥാനം. ഇവിടെ കേരള വിഷനും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും അതുപോലെ തന്നെ ഒരു വലിയ ചരിത്രമുള്ള പ്രസ്ഥാനമാണ്. മാധ്യമ രംഗത്തെ കുത്തകവൽക്കരണത്തിനെതിരായിട്ടുള്ള മഹാപോരാട്ടത്തിൽ പിറവി കൊണ്ടൊരു പ്രസ്ഥാനമാണ് കേരള വിഷനും. സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ ലോകത്തിന് മാതൃകയാവുന്ന രീതിയിൽ നടപ്പിലാക്കാൻ കുടുംബശ്രീക്ക് സാധിച്ചുവെന്ന് പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തിയ മന്ത്രി GR അനിൽ പറഞ്ഞു. പല വിധത്തിലുള്ള ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനത്തെ, അതിൻ്റെ പ്രവർത്തനങ്ങളെ അനുമോദിക്കാൻ ഈ അവസരം തയ്യാറാക്കിയ, ഈ അവസരത്തിലേക്ക് എത്തിയ സംഘാടകരെ, കേരള വിഷനെയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സംരംഭകരാണെങ്കിലും അവരുടെ എല്ലാം അത്തരം ഒരു തീരുമാനത്തെ, അവരുടെ മുന്നോട്ടുള്ള ആ ഇടപെടലിനെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അഭിനന്ദിക്കുകയാണ്. കരകുളത്തെ ഗ്രാമ്യ ന്യൂട്രിമിക്സ്, കടക്കാവൂരിലെ SB പേപ്പർ ബാഗ്, പാറശാല ഊരാൻകൊടിവിളയിലെ ബദേൽ ഹാൻഡ് എംബ്രോയ്ഡറി, കുളത്തൂരുള്ള VK ഹണി, അരുവിക്കര ശ്രേയ ഗാർഡൻസ്, നേമം മുക്കുന്നിമല ആതിര ഹെർബൽ പ്രോഡക്ട്സ് തുടങ്ങിയ സംരംഭങ്ങൾ പുരസ്കാരം ഏറ്റുവാങ്ങി. അതോടൊപ്പം മലയൻകീഴിലെ KR ഫിറ്റ്നസ്, വെട്ടൂരിലെ സിറ്റിസൺ ഇൻഫർമേഷൻ ബോർഡ്, തിരുവനന്തപുരം ജിസു ഇൻഫോടെക് സൊല്യൂഷൻസ്, പൂജപ്പുര നീഡിൽ ക്യൂൻ എന്നീ സംരംഭങ്ങൾ സ്പെഷ്യൽ ജൂറി പുരസ്കാരം ഏറ്റുവാങ്ങി. കുടുംബശ്രീ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ IAS, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ, ചലച്ചിത്രതാരം സുരഭി ലക്ഷ്മി തുടങ്ങിയ കലാസാഹിത്യ, സിനിമ, വാണിജ്യരംഗത്തെ പ്രമുഖരും, സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ, കേരള വിഷൻ MD പ്രജേഷ് അച്ചാണ്ടി, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനീഷ്, COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, കേരള വിഷൻ ന്യൂസ് ചെയർമാൻ PS സിബി, COA തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കമാൽക്കുട്ടി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. പുരസ്കാര വിതരണത്തിനൊപ്പം കുടുംബശ്രീ അംഗങ്ങളും സിനിമ, ടെലിവിഷൻ രംഗത്തെ പ്രശസ്തരും പങ്കെടുക്കുന്ന കലാസന്ധ്യയും അരങ്ങേറി. മയക്കുമരുന്ന് ലഹരി മാഫിയ വ്യാപനത്തിനെതിരെ പട്ടാമ്പിയിൽ ഡിവൈഎഫ്ഐയുടെ ജാഗ്രതാ പരേഡ്. പട്ടാമ്പി കോളേജ് സ്റ്റോപ്പ് മുതൽ മേലെ പട്ടാമ്പി വരെയായിരുന്നു പരേഡ് നടത്തിയത്. പരേഡാണ് ഈ വാഹനത്തിന് തൊട്ട് പിറകിലായി ഇതുവഴി കടന്നു വരുന്നത്. നമ്മുടെ നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ലഹരി മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾക്കെതിരെ മയക്കുമരുന്ന് ലഹരി മാഫിയ വ്യാപനത്തിനെതിരെയാണ് ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഗ്രതാ പരേഡ് നടത്തിയത്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് പരിസരത്ത് നിന്നും ആരംഭിച്ച ജാഗ്രതാ പരേഡ് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം PV രതീഷ് ഫ്ലാഗ് ഓഫ് ചെയ്തു. തുടർന്ന് മേലെ പട്ടാമ്പിയിൽ സമാപിച്ചു. മേലെ പട്ടാമ്പിയിൽ നടന്ന സമാപന പൊതുയോഗം പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് PR രജീഷ് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി AN നീരജ്, സംസ്ഥാന കമ്മിറ്റി അംഗം PV രതീഷ്, VT രാഹുൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. അപകടകരമായ രൂപത്തിൽ
ഒരു മനുഷ്യന്റെ ചിന്താഗതിയെ ആകെ നശിപ്പിക്കുന്ന രൂപത്തിൽ വൈകാരികമായ അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോകുമെന്നതാണ് ഇന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ ഏറ്റവും വലിയ അപകടം. എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത് പണ്ടൊക്കെ ലഹരി പദാർത്ഥങ്ങൾ കണ്ടെത്തിയാൽ അതൊന്ന് തൊട്ടു നോക്കിയോ രുചിച്ചു നോക്കിയോ അത് ഏത് രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങളാണ് എന്ന് അറിയാൻ വേണ്ടി കഴിയുമെന്നാണ്. ഇന്ന് അങ്ങനെ പിടിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ ഒന്ന് തൊട്ടു നോക്കാനോ രുചിച്ചു നോക്കാനോ വേണ്ടി കഴിയില്ല. കാരണം അതൊരു തവണയെങ്കിലും രുചിച്ചു നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് അത് ഉപയോഗിക്കുന്ന രൂപത്തിലേക്ക്, അത് വീണ്ടും ആസ്വദിക്കുന്ന രൂപത്തിലേക്ക് മനുഷ്യൻ മാറും എന്ന ഏറ്റവും അപകടകരമായ ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രചരിക്കുന്നു എന്നത് ഏറ്റവും അപകടകരമാണ്. പട്ടാമ്പിയിൽ നടത്തിവരുന്ന കഫേ കുടുംബശ്രീ ഭക്ഷ്യ വിപണന മേള ശനിയാഴ്ച സമാപിക്കും. വിവിധ സാംസ്കാരിക പരിപാടികളും മേളയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. ജില്ലാ കുടുംബശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തോടു കൂടിയാണ് 4 ദിവസങ്ങളിലായി പട്ടാമ്പിയിൽ ജില്ലാതല കഫേ കുടുംബശ്രീ ഭക്ഷ്യമേളയും ഉൽപ്പന്ന പ്രദർശന വിപണനമേളയും നടത്തിവരുന്നത്. മേള നാളെ സമാപിക്കും. വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ ലൈവ് ഭക്ഷണശാലകൾ, കലാപരിപാടികൾ, ചർച്ചകൾ, സെമിനാറുകൾ, കൈമാറ്റച്ചന്ത, സാംസ്കാരിക പരിപാടികൾ എന്നിവയും വിപണനമേളയുടെ ഭാഗമായി നടത്തിവരുന്നുണ്ട്. മേള നാളെ വൈകുന്നേരത്തോടു കൂടിയാണ് സമാപിക്കുക. പട്ടാമ്പിയിൽ നടക്കുന്ന കഫേ കുടുംബശ്രീ ഭക്ഷ്യ വിപണന മേളയിൽ 504 വിഭവങ്ങൾ ഒരുക്കി കുടുംബശ്രീ പ്രവർത്തകർ ചരിത്രം സൃഷ്ടിച്ചു. ഭക്ഷ്യവിഭവങ്ങൾ ഒരുക്കി ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം തേടാനായിരുന്നു പട്ടാമ്പി നഗരസഭയിലെ കുടുംബശ്രീകൾ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ 504 വിഭവങ്ങൾ ഒരുക്കിയാണ് കുടുംബശ്രീ പ്രവർത്തകർ ഈ ലക്ഷ്യം കൈവരിച്ചിരിക്കുന്നത്. പട്ടാമ്പിയിൽ നടക്കുന്ന ജില്ലാതല കഫേ കുടുംബശ്രീ ഭക്ഷ്യ വിപണനമേളയിലാണ് പട്ടാമ്പി നഗരസഭയിലെ കുടുംബശ്രീ പ്രവർത്തകർ 504 വിഭവങ്ങൾ ഒരുക്കി ലോക റെക്കോർഡിൽ ഇടം നേടിയത്. ഭക്ഷ്യമേളയിൽ ഒരുക്കിയ ഫ്ലോർ ഫിയസ്റ്റ് ഫുഡ് എക്സിബിഷനിലാണ് ടാലന്റ് റെക്കോർഡ് ബുക്കിൽ അംഗീകാരം ലഭിച്ചത്. മുഹമ്മദ് മോസിൻ MLA ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ഓൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സിന്റെ സംസ്ഥാന പ്രസിഡന്റ് സത്തൂർ ആന്തൂർ വിധി നിർണയം നടത്തി. ടാലന്റ് റെക്കോർഡ് ബുക്ക് അംഗീകാരവും സമർപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തുടർന്ന് MLA മണവാളനായുള്ള ഒപ്പനയും അരങ്ങേറി. ജനപ്രതിനിധികളും കുടുംബശ്രീ പ്രവർത്തകരുമെല്ലാമാണ് ഒപ്പനയിൽ അണിനിരന്നത്. വരവൂർ കുന്നത്ത് പീടികയിൽ അബ്ദുൾ റഹ്മാന്റെ ഭാര്യ ഫാത്തിമ നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് വരവൂർ തെക്കേക്കര ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. ആമിന, സഫിയ, മുസ്തഫ, നസീർ, അബ്ബാസ്, അഷീദ്, ജമീല, ഷാജിദ, ബീവാത്തുകുട്ടി, ഹാജറ എന്നിവർ മക്കളാണ്. ഇതോടെ നെളിയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.